ത്രിവർണ പതാകയുടെ തണലിൽ കണ്ട് കിനാവുകർക്ക് ഇന്നു ചാരത്തിന്റെ നിറമാണ്. സ്വാതന്ത്ര്യത്തിന്റെ അമൃത് നുണയേണ്ട നാവുകളിൽ ഇന്ന് പരസ്പര വിദ്വേഷത്തിന്റെ കൈപ്പാണ പടരുന്നത് ഗാന്ധിയും അംബേദ്കറും വരച്ചുവെച്ച ഭൂപടത്തിൽ. സ്നേഹത്തിന്റെ അതിരുകൾക്ക് പകരം പകയുടെ മതിലുകൾ ഉയരുന്ന ഒരു രാജ്യസ്നേഹിയുടെ നെഞ്ചിലെ തീരാത്ത നൊമ്പരമാ. കഠിനാധ്വാനത്തിന്റെ വീർപ്പൊഴുക്കി നേടിയ ബിരുദ സർട്ടിഫിക്കറ്റുകളും കേവലം കടലാസ് തുണ്ടുകളായി മാറുന്നു പരീക്ഷാളുകൾ. നിന്ന് തൊഴിൽ കേന്ദ്രങ്ങളിലേക്കുള്ള ദൂരം ഓരോ യുവാവിനും ഒരു ജന്മത്തിന്റെ ദൂരമായി മാറിക്കഴിഞ്ഞു സ്വപ്നങ്ങൾ. വിൽക്കാൻ വരി നിൽക്കുന്ന യുവത്വം രാജ്യത്തിന്റെ കരുത്താവേണ്ടവർ ഇന്ന് നിരാശയുടെ കയങ്ങളിൽ മുങ്ങിത്താഴുകയാണ്. നന്മയുള്ള മനുഷ്യരെ സൃഷ്ടിക്കേണ്ട വിദ്യാലയങ്ങൾ ഇന്ന് കേവലം തൊഴിൽ നിർമ്മാണ ഫാക്ടറികളായി മാറി ചിന്തിക്കാനല്ല, മറിച്ച് അനുസരിക്കാനും അനുകരിക്കാനും പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം. വീടിനൽക്കു മുന്നിൽ അറിവ് തലകുനിക്കുന്നു. അക്ഷരങ്ങൾ വേറുമക്കങ്ങളായി ചുരുങ്ങുമ്പോൾ വിവേകമില്ലാത്ത ഒരു തലമുറ ഇവിടെ വാർത്തെടുക്കപ്പെടുന്നു. വിരൽ തുമ്പിലെ വിപ്ലവമെന്ന് നാം കരുതിയ സോഷ്യൽ മീഡിയ ഇന്നൂരു ഇരുതല മൂർച്ചയുള്ള വാളായി മാറിയിരിക്കുന്നു. അറിവിന്റെയും ലോകങ്ങളെ കൂട്ടിയിണക്കുന്നതിന്റെയും. നന്മകൾ ഒരു വശത്തുണ്ടെങ്കിലും മറുവശത്ത് അത് വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകുന്ന വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളായി തരം താഴുന്നു. സത്യമേത് മിഥ്യമൊക്കെ വിരൽ തുമ്പിലെ വിപ്ലവം നാം കരുതിയ സോഷ്യൽ മീഡിയ ഇന്ന് ഒരു ഇരുതല മൂർച്ചയുള്ള വാളായി മാറിയിരിക്കുന്നു. അറിവിന്റെയും ലോകങ്ങളെ കൂട്ടിയിണക്കുന്ന മുന്നിൽ നന്മകൾ ഒരു വശത്തുണ്ടെങ്കിലും മറുവശത്ത് അത് വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകുന്ന വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളായി തരം താഴുന്നു. സത്യമേത വ്യക്തിയെ തിരിച്ചറിയാനാവാത്ത വിധം വ്യാജ വാർത്തകൾ നമ്മെ ഭരിക്കുന്നു. ക്രിയാത്മകമായി ചിന്തിക്കേണ്ട യുവത്വം വെറും റീൽസുകളിലും ലൈക്കുകളിലും ജീവിതം ഹോഗിക്കുമ്പോ നഷ്ടപ്പെടുന്നതൊരു രാജ്യത്തിന്റെ തന്നെ ഉണർവാണ്. വീടിനകത്തിരിപ്പു മുറികളിൽ ഒന്നിച്ചിരുന്നിട്ടും നമ്മൾ എത്ര അകലെയാണ്. സ്മാർട്ട് ഫോണിന്റെ സ്ക്രീനുകളിൽ ലോകത്തെ തിരയുമ്പോൾ സ്വന്തം വീട്ടുകാടിന്റെ മുഖത്തെ സങ്കടം കാണാൻ നമുക്ക് നേരമിൽ. ഡിജിറ്റൽ ലോകത്തെ ആയിരക്കണക്കിൻ സുഹൃത്തുക്കൾക്കിടയിലും മനുഷ്യയെ ഏകാകിയാവുന്നു. സ്നേഹവും കരുതലും ഇല്ലാതായി കുടുംബ ബന്ധങ്ങൾ. കേവലം സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ പ്രകടനങ്ങളോ ആയി മാറുമ്പോൾ തകരുന്ന സമൂഹത്തിന്റെ അടിത്തറ തന്നെയാണ്. നീതിപീഠങ്ങളും ഭരണകൂടങ്ങളും സാധാരണക്കാരന്റെ ആശ്രയമാവേണ്ടതിപ്പകരം വിരാപത്തിന്റെ തകരുമ്പക്കവത്തിലെ കരുക്കളായി മാറുന്നു. സംവിധാനങ്ങളുടെ ജീർണതറുക്കാൻ പോലെ പടരുമ്പോൾ
മിടിയുന്നകപ്പെടുമൂടകൾക്ക് മാത്രം അവകാശമായി മാറും നികുന്നകൾ നിവിതയാനന്ദരാജ്യം നിവിതയാനമ സ്വ